ഇത് കണ്ടല്ലോ, ഒരു മട്ടത്രികോണത്തിന്റെ ഉയരം 30% കുറയ്ക്കുമ്പോൾ അതിന്റെ പരപ്പളവിൽ 5% വർധന ഉണ്ടാകണമെങ്കിൽ പാദം എത്ര ശതമാനം കൂട്ടണം? ഇങ്ങനത്തെ ശതമാനക്കണക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യന് വന്നു കഴിഞ്ഞാൽ എല്ലാ വാല്യൂ എന്താണ് 100 അങ്ങോട്ട് വിചാരിക്കുക. ഒരു കുഴപ്പമില്ല. അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്, സോറി ഹാഫ് BH എന്നുള്ളതാണ് ഏരിയ. അപ്പം തൽക്കാലം, അതായത് ആദ്യം എന്താണ്, ആദ്യം ബേസ് എന്ന് പറയുന്നത് 100 അതേപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 100 അങ്ങോട്ട് വിചാരിക്കുക. ഒരു പ്രശ്നമില്ല. അപ്പം ഈ ഏരിയ, ആദ്യം ഉണ്ടായിരുന്ന ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 100 ഈക്വൽ ടു എത്ര ആയിരിക്കും? 5000 ആയിരിക്കും. ഓക്കെ, ആദ്യം ഉണ്ടായിരുന്ന പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 5000 cm² ആയിരിക്കും. ഇനി എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 30% ഉയരം കുറച്ചു. അതായത് എച്ച് എന്താ ചെയ്തത്? 30% കുറച്ചു. 30% കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 100ന്റെ 30% എന്ന് പറയുമ്പോൾ 30 അങ്ങോട്ട് കുറച്ചു. 30 കുറച്ചിട്ട് 70 30 അങ്ങോട്ട് കുറച്ചിട്ട് 70 30 കുറച്ചു. പരപ്പളവിൽ എന്താണ്? 5% വർധനവ് ഉണ്ടായി. അതായത് ആദ്യം ഉണ്ടായ പരപ്പളവ് എന്ന് പറയുന്നത് 5000 ആണ്. ഈ 5000 ആണെന്ത്? 100%, പരപ്പളവിന്റെ 100%. അപ്പൊ ഇതിന്റെ 5% എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇതിന്റെ 5% എന്ന് പറയുന്നതിന് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ 1% എന്ന് പറയുന്നത് തൽക്കാലം, ഇതിന്റെ 1% എന്ന് പറയുന്നത് എന്തായിരിക്കും? 100% 5000. അപ്പം 1% എന്ന് പറയുന്നത് ഏകദേശം 50 ആയിരിക്കും. ഓക്കെ, 50 ആയിരിക്കും. അപ്പം 5% എന്താണ് വർധനവ് ഉണ്ടായി എന്നാ പറയുന്നത്. 5% വർധന ഉണ്ടാവാന്ന് പറയുമ്പം 5 × 50 ഈക്വൽ ടു 250 എന്താവും? കൂടും. അപ്പം ഏരിയയിൽ എന്ത് മാറ്റം വരും? ഏരിയ എന്ന് പറയുന്നത് 5000ത്തിന്റെ കൂടെ ഈ പറയുന്ന 250 കൂടി ആഡ് ചെയ്യേണ്ടി വരും. അതായത് 5250 എന്തായി? പുതിയ ഏരിയ ആയിട്ട് വന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പാദം എത്ര ശതമാനം കൂട്ടണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനെന്ത് ചെയ്യേണ്ടി വരും? അടുത്ത പേജ് എടുക്കേണ്ടി വരും. എന്നിട്ട് ഏരിയ കിട്ടി, പുതിയ ഏരിയ കിട്ടി. എത്രയാണ്? 5250. ഏരിയ നമുക്ക് കാണാൻ അറിയാം. അതായത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം ഇവിടെ ബേസ് നമുക്കിപ്പോ തൽക്കാലം അറിയില്ല. അപ്പം ഹാഫ് ഇൻറ്റു ബേസ് അറിയില്ല, ബി അങ്ങനെ തന്നെ കിടക്കട്ടെ. ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര എന്നുള്ളതാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 70 ആണെന്നുള്ളതാണ് ഇപ്പം കൺസിഡർ ചെയ്യുന്നത്. 70 ഈക്വൽ ടു എത്രയാണ്? 5250. അപ്പം ഇവിടെ ഈ രണ്ടും 35, സോറി 70 ഞാൻ കട്ട് ചെയ്ത് ഇവിടെ 35 എഴുതി. അങ്ങനെ വരുമ്പം ബി ഈക്വൽ ടു 5250 ഡിവൈഡഡ് ബൈ 35 ചെയ്യുമ്പം എന്താണ് വരിക? 5250 ഡിവൈഡഡ് ബൈ 35 ചെയ്യുമ്പോൾ എന്താ വരിക? ഇത് ചെയ്യുമ്പം എന്താണ് വരിക എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. എനിക്കിപ്പോ ചെയ്യാൻ വയ്യ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ശതമാനം കൂട്ടണം എന്നുള്ളതല്ലേ ചോദിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 100 ആദ്യത്തെ ബേസ് എന്ന് പറയുന്നത് 100. അപ്പൊ അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. എന്നിട്ട് നമ്മുടെ പഴയ വീഡിയോ കാണാൻ, എന്നിട്ട് എങ്ങനെയാണ് ഈ ഇതിന്റെ ആൻസർ കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാൻ. സോ ബൈ. അതല്ല, നിങ്ങൾക്ക് ഇനി വീഡിയോ ഫുള്ള് വേണമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം. ബൈ.